ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് അഖിൽ എന്നുള്ളൊരു ചെറുപ്പക്കാരൻ്റെ കഥ പറയാം. ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന അഖിലിന് കടുത്ത ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത ടെൻഷൻ, എപ്പോഴും നെഞ്ചെടുപ്പ് കൂടുതലാണ്, ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, ദേഷ്യം പിടിക്കുക. ഇതായിരുന്നു അഖിലിന്റെ ജീവിതം. അഖിൽ പലതരത്തിലുള്ള മരുന്നുകൾ പരീക്ഷിച്ചെങ്കിലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം അഖിൽ പിന്നീട് മെഡിറ്റേഷൻ, അതായത് ധ്യാനിക്കുന്നത് ട്രൈ ചെയ്തു. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. മെഡിറ്റേഷനെ കൊണ്ട് അഖിലിന്റെ ജീവിതം വെറും 8 ആഴ്ച കൊണ്ടാണ് മാറി മറിഞ്ഞത്. ഉത്കണ്ഠ കുറഞ്ഞു, അനാവശ്യമായി ടെൻഷൻ അടിക്കുന്നതെല്ലാം മാറി, ഉറക്കം മെച്ചപ്പെട്ടു. അഖിലിനെ സഹായിച്ചത് ഒരു മാജിക്കൽ ട്രിക്കൊന്നുമല്ല, മറിച്ച് പൂർണ്ണമായും ശാസ്ത്രീയമായ ഒരു പ്രക്രിയയായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അഖിലിന്റെ ജീവിതം മാറ്റിമറിച്ച ആ ശാസ്ത്രത്തിനെക്കുറിച്ചാണ്. മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണറായിട്ടുള്ള ഡോഫുഡിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് തുടങ്ങാം. നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷനെ കുറിച്ച് മുമ്പേ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളതും പലതരത്തിലുള്ള മതാചാരങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ സന്യാസിമാര് ഹിമാലയത്തിൽ പോയി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. എന്നാൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു മതപരമായിട്ടുള്ള ചടങ്ങല്ല. അത് നമ്മളുടെ തലച്ചോറിന് നൽകുന്ന ഒരു ജിം വർക്കൗട്ട് പോലെ തന്നെയാണ്. നിങ്ങളുടെ ശ്രദ്ധയും ചിന്തകളെയും ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിക്കാൻ പരിശീലിപ്പിക്കുന്ന മാനസിക വ്യായാമമാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞത്. ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള സയന്റിഫിക് എവിഡൻസും ഉണ്ട്. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ തലച്ചോറിന്റെ MRI പഠനങ്ങളിൽ വെളിപ്പെടുത്തിയത് സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുന്നവരുടെ ഭയവും ഉത്കണ്ഠ, സ്ട്രെസ്സും ഒക്കെ ഉണ്ടാക്കുന്ന എമിഗ്ഡല എന്ന് പറയുന്ന ഭാഗത്തിന്റെ വലുപ്പം കുറയുന്നു എന്നാണ്. അതുപോലെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് കൂടുതൽ ശക്തിപ്പെടുന്നു എന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. മെഡിറ്റേഷനും മതപരമായിട്ടുള്ള ആചാരങ്ങളും നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മെഡിറ്റേഷന് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാനസികാരോഗ്യത്തിൽ ഇതിന്റെ ഗുണങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിൽ ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആങ്സൈറ്റിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. തലച്ചോറിലുള്ള സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോണിന്റെ അളവ് കുറയ്ക്കാൻ, അതും ഗണ്യമായി കുറയ്ക്കാൻ മെഡിറ്റേഷന് സാധിക്കും. അതുവഴി അകാരണമായിട്ടുള്ള ഭയം, ഉത്കണ്ഠയും ഇതൊക്കെ ഇല്ലാതെയാവും. രണ്ടാമത്തത് ആങ്കർ മാനേജ്മെന്റ് ആണ്. ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഒരു നിമിഷം കൂടുതൽ ചിന്തിക്കാൻ നമുക്ക് അധികം ആൾക്കാർക്കും സാധിക്കാറില്ല. എന്നാൽ കൃത്യമായി മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് അവരുടെ വികാരങ്ങൾ കൃത്യമായി നിയന്ത്രിക്കാനും ദേഷ്യം വരുന്നതിന് മുമ്പായി യുക്തിസഹമായി നമുക്ക് പ്രതികരിക്കാനും സാധിക്കും. മൂന്നാമത്തത് കുട്ടികൾക്കും ജോലി ചെയ്തവർക്കും എല്ലാവർക്കും ആവശ്യമുള്ള ഫോക്കസ് ആണ്. നമ്മളുടെ ശ്രദ്ധ ഒരേ ഒരു കാര്യത്തിൽ തന്നെ കൂടുതൽ സമയം ലോക്ക് ചെയ്ത് വെക്കാനും അങ്ങനെ നമ്മളുടെ ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും ഇത് അത്യാവശ്യമാണ്. ഇത് മാനസികാരോഗ്യത്തിന് മാത്രമല്ല, ശാരീരികമായിട്ടുള്ള പല അസുഖങ്ങളുടെയും ഒരു ചികിത്സാ മാർഗം കൂടിയാണ്. മെഡിറ്റേഷൻ കൃത്യമായി ചെയ്യുന്നത് ബ്ലഡ് പ്രഷർ കുറച്ചു നിർത്താനും വളരെയധികം ഫലപ്രദമാണ്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നടത്തിയിട്ടുള്ള പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുള്ളതാണ്. ധ്യാനിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലുള്ള പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉത്തേജിക്കപ്പെടുകയും രക്തക്കുഴലെല്ലാം വികസിച്ച് ബ്ലഡ് പ്രഷർ കുറയുകയും ചെയ്യും. അതുവഴി പലതരത്തിലുള്ള ഹാർട്ട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. സ്ഥിരമായി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഹൃദയാഘാതം, മറ്റു തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറവാണെന്നും ശാസ്ത്രീയ പഠനങ്ങൾ അടിവരയിട്ട് പറയുന്നുണ്ട്. ഇനി മെഡിറ്റേഷൻ തന്നെ പല രീതികളിലുണ്ട്. അതിൽ ശാസ്ത്രം ഏറ്റവും കൂടുതൽ അംഗീകരിച്ച ഒന്നാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിക്കാതെ, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഭയക്കാതെ, നിലവിലുള്ള നിമിഷത്തിൽ ജീവിക്കാൻ, അതും സന്തോഷത്തോടെ ജീവിക്കാൻ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോ പ്രാവശ്യം ശ്വാസം എടുക്കുന്നതിലോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ശബ്ദങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ പലതരത്തിലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കണ്ടെത്താം. മറ്റൊരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് ഇന്ത്യയിൽ തന്നെ ഉത്ഭവിച്ച വിപാസന മെഡിറ്റേഷൻ. വിപാസന മെഡിറ്റേഷനിൽ കാര്യങ്ങളെ അതേപോലെ തന്നെ കാണാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചിന്തകളെയും മാറ്റങ്ങളെയും യാതൊരു വിധിയെഴുത്തും ഇല്ലാതെ വെറുതെ നിരീക്ഷിക്കുന്ന ഒരു രീതിയാണ് വിപാസന. ബിഗിനേഴ്സിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളതും ഇഫക്റ്റീവുമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ടെക്നിക്കും കൂടിയാണ് വിപാസന എന്ന് പറയുന്നത്. ഇതിനെ മുകളിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ടെക്നിക്കിൽ വരുന്ന ഒരെണ്ണമാണ് ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ. മറ്റുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന മെറ്റാ മെഡിറ്റേഷൻ എന്നിങ്ങനെ പലതരത്തിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്സ് ലോകത്തിന്റെ പല ഭാഗത്തും പലരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പം നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് എങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങും എന്നായിരിക്കും. മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങാൻ പ്രത്യേകിച്ച് എക്യുപ്മെന്റ്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിലത്തോ ഒരു കസേരയിലോ നട്ടിൽ നിവർന്ന് സുഖമായി ഇരിക്കാൻ ശ്രമിക്കുക.
കണ്ണുകൾ മുറുക്കെ പൂട്ടാതെ അടച്ച രീതിയിൽ തന്നെ വെക്കുക. നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് വരുന്നതും പുറത്തേക്ക് വിടുന്നതും അതിൽ ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് മറ്റു പലതരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതിൽ നിന്ന് നിങ്ങൾ തടയാൻ ശ്രമിക്കേണ്ട. അത് വന്നോട്ടെ. നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുന്നത് മറ്റു തരത്തിലുള്ള ചിന്തകൾ വരുമ്പം ഞാൻ ഇതിലല്ല ശ്രദ്ധിക്കുന്നത്, മറിച്ച് ഞാൻ ശ്വാസം എടുക്കുന്നതിലും പുറത്തേക്ക് വിടുന്നതിലുമാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും ശ്വാസം എടുക്കുന്നതിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇങ്ങനെ വെറും 5 മിനിറ്റ് ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് 10ഉം 30ഉം തവണ മറ്റ് പലതരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. പക്ഷേ ഓരോ തവണയും നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ബ്രീത്തിങ്ങിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് മെഡിറ്റേഷൻ്റെ എക്സസൈസ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ ഒന്നിക്കൽ രാവിലെ എണീറ്റ ഉടനെയോ അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. തുടങ്ങുന്നവർക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പലതരത്തിലുള്ള ഗൈഡഡ് മെഡിറ്റേഷൻ നൽകുന്ന പല പോപ്പുലർ ആപ്പുകളും ഇപ്പോൾ ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഹെഡ് സ്പേസ്, കാം, ഇൻസൈറ്റ് ടൈമർ എന്ന് പറയുന്ന ആപ്പുകളെല്ലാം. ഈ തരത്തിലുള്ള ആപ്പുകളിലെല്ലാം ഓഡിയോ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എത്ര സമയം ചെയ്യണം. അതുകൊണ്ട് തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആപ്സും ഉപയോഗിച്ച് നോക്കുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും. അഖിലിൻ്റെ ജീവിതം മാറിയതുപോലെ ആദ്യത്തെ 2 മാസം വെറും 5 മിനിറ്റും പിന്നീട് പറ്റുമെങ്കിൽ 10 മിനിറ്റും മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. പക്ഷെ അതിന് ഇതൊരു ശീലമായി മാറ്റണം. ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ശ്രദ്ധയും ഇതെല്ലാം പതറിയേക്കാം. അത് തികച്ചും സ്വാഭാവികമാണ്. പക്ഷെ പതിയെ നിങ്ങൾ ഇത് റിപ്പീറ്റഡായി ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബ്രെയിൻ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതി കൃത്യമായിട്ടും പഠിച്ചെടുക്കും. 1-2 ദിവസം ചെയ്തിട്ട് നിർത്തരുത്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. കടുത്ത ഉത്കണ്ഠയും ഡിപ്രഷനും മാനസിക രോഗങ്ങൾക്ക് ടാബ്ലറ്റ്സും മരുന്നുകളും കഴിക്കുന്നവർ വെറും മെഡിറ്റേഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാനസിക പിന്തുണയും ആവശ്യമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായി സംസാരിക്കുക എന്നുള്ളതാണ്. തികഞ്ഞ സ്വകാര്യതയോടെ എക്സ്പീരിയൻസ്ഡും ഫ്രണ്ട്ലി ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുമായി സംസാരിക്കാൻ ഡോഫോഡിയിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിനായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ലൈക്ക് ബട്ടൻ്റെ താഴെ ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എത്ര കാലമായി മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, ഇതെല്ലാം വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. മാനസികാരോഗ്യത്തിനെ കുറിച്ച് ഞാൻ ഈ ചാനലിൽ മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.